മസ്തി 4 ഡയറക്റ്റഡ് ബൈ മിലാപ് മിലൻ സവേരി. മിലാപ് മിലൻ സവേരിയുടെ സിനിമകളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ക്രാപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഏക് ദീവാനേക്ക് ദീവാനിയത് ഞാൻ ഓൾറെഡി ആ സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ ഒരു പക്ഷേ ഹർഷവർദ്ധനാണ് ആ സിനിമയിലെ നായകൻ. പുള്ളിയുടെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ഗ്രോസർ ആയിരിക്കാം. പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇവർ ഈ ഹർഷവർദ്ധനാണ്, പിന്നെ സോനം ബാജുവ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് പടത്തിലുള്ളത്. ഈ പടത്തിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് ഒരു 10 അല്ലെങ്കിൽ ഒരു 20 കോടി രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് 100 കിട്ടി, പിന്നെ സാറ്റലൈറ്റ്, ഡിജിറ്റൽ, പിന്നെ ഓഡിയോ റൈറ്റ്സ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ സക്സസ് ആയിരിക്കും. പക്ഷേ ആ പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ പടം എത്രത്തോളം ടോർച്ചറാണെന്നുള്ളത്. അപ്പോൾ മിലാപ് മിലൻ സവേരി വിചാരിച്ചു ഈ ടോർച്ചർ ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഏക് ദീവാനേക്ക് ദീവാനത്ത് ഈ ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് ഇത്രയും പോരാ, ഈ ബാർ ഇങ്ങനെ കുറച്ചും കൂടി മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊരു പടം എടുക്കണം. അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം ഒരു മസ്തി 4 എടുത്തിരിക്കുന്നത്. ഈ മസ്തി എന്ന് പറയുന്ന സിനിമ ഇത് ഒരു ബെഞ്ച് മാർക്ക് ഫിലിമാണ്. എന്തിൻ്റെ കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിവുഡിൽ ആദ്യമായിട്ട് വന്ന ഒരു മെയിൻ സ്ട്രീം അഡൾട്ട് കോമഡി ഫിലിമാണ് മസ്തി. ഈ മസ്തി അത് സക്സസ് ആയതുകൊണ്ടായിരുന്നു. പിന്നെ ക്യാ കൂൾ ഹേ ഹം, പിന്നെ അങ്ങോട്ടേക്ക് വന്നതെല്ലാം ഭയങ്കര മോശം പടങ്ങളൊക്കെയാണ്. ആക്ച്വലി പേഴ്സണലി എനിക്ക് അഡൾട്ട് കോമഡി ആ ഒരു ജോണർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അഡൾട്ട് കോമഡി അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അഡൾട്ട് കോമഡി ആവില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഡിസ്ഗസ്റ്റിംഗ് ലെവലിലേക്കാണ് പോവുള്ളൂ. അപ്പം അങ്ങനെ ഡിസ്ഗസ്റ്റിംഗ് ലെവൽ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് അഡൾട്ട് കോമഡി ഒന്നും അല്ല, അത് പക്ക ഡിസ്ഗസ്റ്റിംഗ് ആണെന്ന് പറയുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ 1 പൊസിഷൻ എങ്ങനെ വന്നാലും ഈ മസ്തി 4 എന്ന് പറയുന്ന ഈ സിനിമയ്ക്കാണ് കിട്ടുള്ളൂ. ഈ സിനിമയുടെ കഥ നമുക്ക് മസ്തി ഫിലിം ആ ഒരു ഫ്രാഞ്ചൈസി കണ്ടാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ. അഫ്താബിൻ്റെ ക്യാരക്ടർ ഐ ഹാവ് ആൻ ഐഡിയ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, അബദ്ധത്തിൽ ചെന്ന് ചാടും. അത് തന്നെ ക്ലൈമാക്സ് അവർ ഭയങ്കര ഇതൊക്കെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ. ഇതിനകത്ത് ഭയങ്കര സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ 3 നായകന്മാരാണ്. അതിലൊന്ന് റിതേഷ് ദേശ്മുഖാണ്. റിതേഷ് ദേശ്മുഖ് ഉണ്ട്, അഫ്താബ് ഉണ്ട്, വിവേക് ഒബ്രായ്. അത് മസ്തി ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുമാണല്ലോ. അപ്പോൾ അതിൽ ഈ റിതേഷിൻ്റെ ക്യാരക്ടർ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മിലാപ് മിലൻ സവേരിക്ക് ഉള്ള സെക്ഷൽ ഫാൻറ്റസി എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഈ റിതേഷിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെ ഇതിനകത്ത് ആനിമൽസിന് വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയും. ഒരു ഫെറമോൺ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം അടിച്ചിട്ട് ഇയാളുടെ ഹൃദയത്തിൻ്റെ ദേഹത്തേക്ക് കുറേ മൃഗങ്ങൾ അങ്ങോട്ട് കയറുക. എന്തിനാ ഈ ഇതിന്? അപ്പോൾ പല ഫാൻറ്റസീസും കാണാം, അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളുമാണ് ഇത്. പിന്നെ അതിൽ അഫ്താബിൻ്റെ ഒരു ഞാനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഈ 3 നായകന്മാർ ഒക്കെ അവർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ ഫാമിലി ലൈഫ് അത്ര സൂപ്പറായിട്ടൊന്നും അല്ല പോണത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ അർഷദ് വാഴ്സിയുടെ ക്യാരക്ടർ കാണും. അപ്പോൾ അർഷദ് വാഴ്സിയുടെ ക്യാരക്ടർ പറയും എൻ്റെ വൈഫ്, അത് നർഗീസ് ഫക്രിയാണ്, ചെറിയ ക്യാമിയോ റോളാണ് രണ്ടുപേരും. എൻ്റെ വൈഫ് എനിക്ക് ലവ് വിസ തരുമെന്ന് പറയും. ലവ് വിസ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 7 ദിവസം നിങ്ങളുടെ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ സെക്ഷൽ ഫാൻറ്റസീസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം തീർക്കാൻ വേണ്ടി 7 ദിവസം എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം, അത് തീർക്കാം, അത് തീർത്തിട്ട് തിരിച്ചു വരിക, ഇത് ഭാര്യമാർ തരുമെന്ന് പറയും. അപ്പോൾ ഇവർ ഭാര്യയുടെ അടുത്ത് നിന്ന് ചോദിക്കും. ആദ്യമൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ഭാര്യമാർ ഇവർക്ക് ലവ് വിസ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കും. അപ്പോൾ ഈ ലവ് വിസ 3 കരസ്ഥമാക്കി എന്തെങ്കിലുമൊക്കെ കാര്യം നടത്താൻ വേണ്ടി വിചാരിക്കും. പക്ഷേ അറിയാമല്ലോ, നമ്മുടെ മസ്തി ബോയ്സ് എപ്പോഴും ലൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടല്ല ഒന്നും തന്നെ നടക്കുന്നില്ല. അവരതേപോലെ തന്നെ തിരിച്ചു വരും. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ലവ് വിസ അങ്ങോട്ടേക്ക് കൊടുക്കൽ മാത്രമല്ല തിരിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ അതായത് ഇവരുടെ 3 പേരുടെയും ഭാര്യമാർ ഈ ലവ് വിസ എന്നുള്ള സംഭവത്തിൽ അങ്ങോട്ടേ ഇവർ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആണുങ്ങൾക്ക് സഹിക്കുമോ? കാരണം ആണുങ്ങൾക്ക് അഭിഹിതമാവാം, എന്തുവാണെങ്കിലും ആവാം, പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ആയിക്കൂടല്ലോ. അപ്പോൾ ഇവരുടെ ഈ ഒരു ലവ് വിസ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് 3 പേരും കൂടി പോകുന്നതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇതിൽ നായികമാർ മെയിനായിട്ട് 3 പേരുണ്ട്. എനിക്ക് ആരും പേരൊന്നും അറിയില്ല. ഇതൊരു അഡൾട്ട് കോമഡി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നത് മുഴുവൻ പെർവേർട്ട്, അതായത് നിങ്ങൾ 3 പേരും കുറേ പെർവേർട്ടുകളായിട്ട് ജീവിക്കുക എന്നാണ് മിലാപ് മിലൻ സവേരി നമ്മുടെ നായകന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അവർ അതുപോലുള്ള ഗൂഫിനെസ് ഓവർലോഡഡ് എന്നൊന്നും അല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഈ പടത്തിലെ മീറ്റർ എങ്ങനെയാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഇതിനകത്ത് വരുന്ന സീക്വൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഫാർട്ട് ജോക്ക്. ഈ ഫാർട്ട് ജോക്കൊക്കെ ഇതുപോലുള്ള അഡൾട്ട് കോമഡിയിലൊക്കെ എന്തിനാണ് ഇങ്ങനെ? അതായത് ഓക്കെ ഫൈൻ, ഫാർട്ട് ജോക്ക് എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല, പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അഫ്താബിൻ്റെ ഫാർട്ട് അത് മണത്ത് നോക്കിയിട്ട് റിതേഷ് പറയുന്ന ചോല ഭട്ടൂര ആയിരിക്കും, വിവേക് ഒബ്രായ് പറയുന്നത് ചോല ഭട്ടൂര ആയിരിക്കില്ല, മറ്റേ രാജ്മാ ചാവലാണ്. ഇതുപോലുള്ള കോമഡീസ് ഇതിനേക്കാളും അൾട്ടിമേറ്റ് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിൽ എന്തോ കയറി ചെല്ലുമ്പോൾ, അതായത് ഞാൻ ഈ സീൻസൊക്കെ പറയുന്നത് ഈ പടം എങ്ങനെയാണെന്ന് അറിയാനാണ് ഞാൻ ഐ റിക്വസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഈ പടം കാണുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത്
കാണുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ കാണുക. കാരണം ഇത് അഡൾട്ട് കോമഡി അല്ല, ഇത് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിലെ 2-3 സീൻസാണ് ഞാൻ പറയുന്നത്. ഇവരൊരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ എഴുന്നേക്കാൻ വയ്യാത്ത ഒരു പേഷ്യൻറ്റിൻ്റെ മലം താഴെ ഒരു പാത്രത്തിലുണ്ടാവും. അപ്പോൾ ഇവർ 3 പേര് ഒളിച്ചിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ഹൃദയേഷിൻ്റെ 2 കൈയും ഈ പാത്രത്തിൽ പൊങ്ങും. അപ്പോൾ 2 കൈയിലും എന്താണ്, ഈ ഷിറ്റാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഒച്ചെടുക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ കൈയും കൊണ്ട് ഇവരുടെ വാ പൊത്തുന്ന സീക്വൻസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഇത്രയും നാസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഞാൻ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡിസ്ഗസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് ഒന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുപോലെയാണ്. റിവ്യൂവിന് വേണ്ടിയാണെങ്കിൽ ഈ സീക്വൻസൊക്കെ ഞാൻ ഓർത്തെടുത്ത് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടുപോയി. അപ്പോൾ ഈ സിനിമ വേറെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാമറാമാൻ ഈ സിനിമയുടെ ഒരു അസറ്റാണ്. ഇതിനകത്തുള്ള 3 നായികമാർ, ഈ 3 നായികമാരെയൊക്കെ ഏതൊക്കെ ആംഗിളിൽ എങ്ങനെയൊക്കെ കാണിക്കാവോ. കാരണം അഡൾട്ട് കോമഡി ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ പ്രതീക്ഷിച്ച് ആൾക്കാർ വരുമെന്ന് അറിയാം. അപ്പോൾ അവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ പടത്തിലുണ്ട്. ആക്ച്വലി മസ്തി 4ഉം ഹൗസ്ഫുൾ 5ഉം ഒക്കെ ഒരു അഡൾട്ട് കോമഡി എന്ന് പറയുന്ന ജേണറിൽ വരികയാണെങ്കിലും ഹൗസ്ഫുൾ 5 വാസ് ഡീസൻറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം അതിനകത്തുള്ളത് പിന്നെ കുറച്ചൊക്കെ നമുക്കാണെങ്കിലും കുറച്ചൊക്കെ വർക്കാവുന്ന കോമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ 3 നായകന്മാരും പക്കാ പവേർട്ടുകളാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടറൊക്കെ മുഴുവൻ അങ്ങനെയാണ്, അവർ ആ രീതിയിലാണ് പെരുമാറുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള സ്ത്രീ ക്യാരക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒബ്ജക്റ്റിഫൈ എന്നൊക്കെ ഈ പടത്തിൻ്റെ ജോണർ അനുസരിച്ച് പറയാമോ എന്നറിയില്ല. കാരണം ഇതിലെ സ്ത്രീ ക്യാരക്ടേഴ്സ് എല്ലാം ആ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്തുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും രാവിലെ എനിക്ക് IPL കഴിക്കണം എന്നൊക്കെയുള്ള ആ രീതിയിലൊക്കെയുള്ള. പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഡയലോഗ് മോഡുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ മോഡുലേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഓക്വേർഡും വിയർഡായിട്ടൊക്കെ തോന്നും. പിന്നെ ആക്ച്വലി ഇത് മസ്തി 4 ഡയറക്റ്റഡ് ബൈ മിലാപ് മിലൻ സവേരി എന്ന് പറയുമ്പോൾ തന്നെ ഞാനത് ഓക്കെ, മിലാപ് മിലൻ സവേരിയുടെ പടം ഇതായിരിക്കും. അതിനകത്ത് പുള്ളി ഏറ്റവും ബോറ് പടങ്ങൾ എടുക്കുന്ന ഒരാൾ മസ്തി എന്ന് പറയുന്ന ഫിലിം സീരീസിൽ ആദ്യത്തെ പടം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിലും 3-ാമത്തെ പടങ്ങളിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഈ പടം എത്രത്തോളം ഏത് ലോ ലെവലിൽ വരെയൊക്കെ എത്തും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറേ മൃഗങ്ങളെ വെച്ചും പിന്നെ കുറേ ഫാർട്ട് ജോക്കും പിന്നെ കുറേ ഷിറ്റ് ജോക്കും, അപ്പം അങ്ങനെയൊക്കെ എല്ലാം വെച്ചുള്ള വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വർഷം കണ്ട സിനിമകളിൽ. എനിക്ക് എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണെന്നുണ്ടെങ്കിൽ അത് മസ്തി 4 ആണ്. ആ മറക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ 1-2 സീൻസൊക്കെ പറഞ്ഞില്ലേ, അതിനെ വെല്ലുന്ന സീൻസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെപ്പോഴെങ്കിലുമൊക്കെ OTT വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇതൊരു ചിലർക്കൊക്കെ ഒരു ഗിൽറ്റി പ്ലഷറായിട്ടും ചിലർക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയായിട്ടും മാറും. കാരണം ഡയറക്റ്റഡ് ബൈ മിലാപ് മിലൻ സവേരി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതും മസ്തി ഫ്രാഞ്ചൈസിലെ പടം. ഈ പടം കണ്ടത് മറക്കണം എന്നുണ്ടെങ്കിൽ എക്സോ ബീസ് ബഹാദൂർ പോയി കാണണം. അടുത്തത് അതാണ്. അപ്പോൾ എക്സോ ബീസ് ബഹാദൂറിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.